ടെക്സ്റ്റൈൽ ഷോപ്പുകൾ അല്ലെങ്കിൽ ബൊട്ടീക്സ് ഇതെല്ലാം ട്രേഡ് മാർക്കിൻ്റെ ഏത് ക്ലാസ്സിലാണ് അപേക്ഷിക്കേണ്ടത്? എപ്പോഴും വരുന്ന സംശയം. ഇന്ന് ഒരുപാട് പേര് കേരളത്തിൽ ചെയ്യുന്നൊരു ബിസിനസ്സാണിത്. ബൊട്ടീക്ക്, അത് ഓൺലൈൻ ബൊട്ടീക്ക് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഒരു ബൊട്ടീക്ക് ആവാം, തുണിക്കടകളാവാം, ടിപ്പിക്കലി നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ട്രേഡ് മാർക്കിൻ്റെ ഏത് ക്ലാസ്സിലാണ് അപേക്ഷിക്കേണ്ടത്? ഈ ചെരുപ്പ് കടകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളല്ല. ഈ ഹോൾസെയിൽ, റീറ്റെയിൽ, ഇ കൊമേഴ്സ് ഇതെല്ലാം വരുന്നത് ക്ലാസ് 35-ലാണ്. ഹോൾസെയിൽ, റീറ്റെയിൽ, ഇ കൊമേഴ്സ് ഓഫ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, വാട്ട് എവർ ഏത് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും വരുന്നത് ക്ലാസ് 35-ലാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഹോൾസെയിൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റീറ്റെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ, മാർക്കറ്റഡ് ബൈ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിം വെക്കുന്നു, അല്ലെങ്കിൽ ഷോപ്പിന് നിങ്ങളുടെ പേര് വെക്കുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് വെക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് കംസ് അറ്റ് ക്ലാസ് 35. പക്ഷേ ക്ലാസ് 35-ൽ മാത്രം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഈ ബുട്ടീക്ക് ആണെന്നുണ്ടെങ്കിൽ, ടെക്സ്റ്റൈൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ ക്ലാസ് 25 ആൾസോ. അതായത് ഈ ടെക്സ്റ്റൈൽ ബ്രാൻഡുകളെല്ലാം വരുന്നത് ക്ലാസ് 25-ലാണ്. അപ്പോൾ 25-ൽ കൂടി ആ പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. അതായത് ക്ലാസ് 35-ൽ മാത്രം നിങ്ങൾ അപേക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ പറയുന്നത് ഈ ട്രേഡ് മാർക്കിനകത്ത് ഇൻ്റർ ക്ലാസ് ഒബ്ജെക്ഷൻസ് വരത്തില്ല. അതായത് 35-ൽ ആ പേര് അവൈലബിൾ ആണ്, വേറെ ആരും എടുത്തിട്ടില്ല. പക്ഷേ മറ്റ് ക്ലാസ്സിൽ ആ പേര് അവൈലബിൾ അല്ല, ആരൊക്കെയോ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ബാധിക്കത്തില്ല, കാരണം ഇൻ്റർ ക്ലാസ് ഒബ്ജെക്ഷൻസ് വരത്തില്ല. നമുക്ക് നമ്മുടെ ക്ലാസ്സിനകത്ത് മാത്രം നോക്കി 35-ൽ മാത്രം നോക്കിയാൽ മതി, പൊതുവെ പറയുന്നതാണ്. പക്ഷേ നമ്മളെപ്പോഴും 35-കകത്ത് ഇത്തരത്തിലുള്ള റീറ്റെയിൽ പോലുള്ള പരിപാടികൾ ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റൈൽസിൻ്റെ റീറ്റെയിൽ ആണെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റൈൽസ് ഏത് ക്ലാസ്സിലാണോ വരുന്നത്, ഡ്രസ്സസ് ഏത് ക്ലാസ്സിലാണോ വരുന്നത്, ആ ക്ലാസ്സിലൂടെ നിങ്ങൾ പേര് ചെക്കേണ്ടതായിട്ട് വരും. ആ ക്ലാസ്സിൽ ഈ പെർട്ടിക്കുലർ പേര് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒബ്ജക്ഷൻ ആയിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ലാസ് 25 കൂടി നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് നോക്കുക. ഫുഡ് വെയർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ്. ക്ലാസ് 35 മാത്രമല്ല, ഫുഡ് വെയറിൻ്റെ ക്ലാസ്സാണ് ക്ലാസ് 25 കൂടി നിങ്ങൾ അപേക്ഷിക്കുക. ഇനി ഡ്രസ്സസ് അല്ല നിങ്ങൾ ചെയ്യുന്നത്, ക്ലോത്ത് ആണ്, മെറ്റീരിയൽസ് ആണ്. ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. അവിടെ വരുന്നത് ക്ലാസ് 24 ആണ്, 24 അപ്പോൾ 24 നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ട് വരും. ട്രേഡ് മാർക്കിനകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ 100% പ്രൊട്ടക്ഷൻ കിട്ടി ഒരിക്കലും നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. മൾട്ടിപ്പിൾ ക്ലാസ്സസിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 100% പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. പക്ഷേ ഇനീഷ്യലി ചെയ്യുന്ന ആൾക്കാർക്ക് മുഴുവനായിട്ടുള്ളൊരു പണം ഉണ്ടായിന്ന് വരത്തില്ല കയ്യിൽ. കാരണം ഇത്രയും രൂപ മുടക്കണ്ടേ 2 ക്ലാസ്സിന് വേണ്ടിയിട്ട്, വലിയ എമൗണ്ട് വരത്തില്ല സത്യത്തിൽ. പക്ഷേ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു എമൗണ്ട് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ പലപ്പോഴും പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് 35 അല്ല 25 ആയിരിക്കും. കാരണം ഈ 35 എന്ന് പറയുന്നത് വളരെ ജനറലായിട്ടൊരു ക്ലാസ്സാണ്. അപ്പോൾ ഈ ജനറലായിട്ടുള്ള ക്ലാസ്സിലല്ല നമുക്ക് നേടേണ്ടത്, ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ക്ലാസ്സിൽ നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടണം. ടെക്സ്റ്റൈൽസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി പറയുന്നത് നിങ്ങൾ 35 ഇപ്പോൾ ചെയ്യേണ്ട, പിന്നീട് ചെയ്താൽ മതി. 25 ചെയ്ത് വെക്കൂ. 25 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ടതില്ല. നമ്മൾ എന്നും പുറമേയുള്ള മറ്റൊരു മാനുഫാക്ചറിൻ്റെ പ്രൊഡക്റ്റ് വിൽക്കുന്ന പരിപാടി ആയിരിക്കത്തില്ല നമ്മൾ ചെയ്യുന്നത്. സ്വന്തമായിട്ടൊരു വിഷയം മാനുഫാക്ചർ ചെയ്യുന്നൊരു കാലം വരാം. അപ്പോൾ ഇത് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആവും. ഫുഡ് വെയർസ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓൺലൈൻ ബുട്ടീക്കാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ 35 അല്ല എടുക്കാൻ പറയുന്നത്, ഞാൻ പറയുന്നത് 25 എടുക്കുമെന്നാണ് പറയുന്നത്. 25 നിങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണോ അതിൻ്റെ കോറായിട്ടുള്ള ക്ലാസ്സിൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും ബെനിഫിഷ്യൽ ആയിരിക്കും. ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. കേരളത്തിലെ ഈ മേഖലയിലെ വൺ ഓഫ് ദി എക്സ്പേർട്ട് ടീംസ് ഞങ്ങളുടേത് തന്നെയാണ്. ഡെഫിനറ്റ്ലി നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്.